ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ, ചരിത്ര സംഭവങ്ങൾ, സ്ഥലങ്ങൾ എന്ന് തുടങ്ങി എന്തിനെക്കുറിച്ചും കൂടുതൽ വ്യക്തതയോടെ അറിയാൻ നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്ന വെബ്സൈറ്റാണ് വിക്കിപീഡിയ. ഏറ്റവും വലിയ ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമായ വിക്കിപീഡിയ 25ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ലോകത്തിലെ ഓരോ വ്യക്തിക്കും മനുഷ്യരുടെ എല്ലാ അറിവുകളും സ്വതന്ത്രമായി ലഭിക്കുന്ന ഒരവസ്ഥ സങ്കല്പിക്കുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിമ്മി വെയിൽസും ലാറി സഞ്ചറും 2001 ജനുവരി 15-ന് വിക്കിപീഡിയയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണിത്. അനേകം വായനക്കാരുടെ സഹകരണത്തോടെയും പങ്കാളിത്തത്തോടെയും സൃഷ്ടിച്ച ഓൺലൈൻ വിജ്ഞാനകോശമാണ് വിക്കിപീഡിയ. അനേകം സന്നദ്ധ പ്രവർത്തകർ തുടർച്ചയായി വിക്കിപീഡിയ തിരുത്തലുകളിലൂടെയും കൂട്ടിച്ചേർക്കലിലൂടെയും മെച്ചപ്പെടുത്തുന്നുണ്ട്. നൂറുകണക്കിന് മാറ്റങ്ങൾ ഏതാനും സമയത്തിനുള്ളിൽ വിക്കിപീഡിയയിൽ നടക്കുന്നു. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള 5ാമത്തെ വെബ്സൈറ്റാണ് വിക്കിപീഡിയ. 86,511 ലേഖനങ്ങളോടെ മലയാളത്തിലും വിക്കിപീഡിയ ലഭിക്കുന്നുണ്ട്. മലയാളത്തിൽ വിക്കി ഗ്രന്ഥശാല, വിക്കി ചൊല്ലുകൾ, വിക്കി പാഠശാല എന്നിവയും വിക്കിയെ മലയാളത്തിൽ വ്യത്യസ്തമാക്കുന്നു. ഇംഗ്ലീഷിൽ ആരംഭിച്ച വിക്കിപീഡിയയ്ക്ക് ഇപ്പോൾ 312 ഭാഷകളിൽ പതിപ്പുകളുണ്ട്. സോഷ്യൽ മീഡിയ വമ്പൻ സ്രാവുകൾക്കിടയിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സ്വാതന്ത്ര്യ വിജ്ഞാനത്തിന്റെയും ശക്തമായ അടിത്തറയാൽ ഇന്നും വിശ്വാസ്യതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് വിക്കിപീഡിയ. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലെ ഇന്ത്യയിലും ഭരണകൂടം പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മാധ്യമങ്ങളെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയും തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയും അതിൽ ഏറെ വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വിക്കിപീഡിയയുടെ ഈ മാതൃക അവരുടെ കണ്ണിലെ കരടാകുന്നുമുണ്ട്.